ഇതിൽ പുതിന നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മാത്രമേ അതിൽ നമ്മളൊന്ന് പൊറോട്ടയ്ക്കുള്ള മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴേ നമ്മൾ അതിന് ഒത്തിരി തരി കാണത്തില്ല. തരിയില്ലാത്ത രീതിയിൽ, കാര്യം ആ ഇലയുടെ ഒരു ഇതില്ലാത്ത രീതിയിൽ വേണം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനുള്ളത്. മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി നന്നായിട്ട് ആ മാവ് നല്ല രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു പരുക്കം കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒന്ന് ഞാൻ വെറും 2 മണിക്കൂറിനകത്താണ് ഈ പൊറോട്ട ചെയ്യുന്നത്. നോർമലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് 4-5 മണിക്കൂറൊക്കെ അതിലൊന്ന് ഓരോരോ സെറ്റായിട്ടായിരിക്കും നമ്മളൊന്ന് മാവൊന്ന് റെഡിയാക്കി വെക്കുന്നത്. ഫസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് അതൊന്ന് മിക്സ് ചെയ്തെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സെറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് അടുത്തൊരു സെറ്റ് ചെയ്യും, അടുത്തൊരു സെറ്റ് ചെയ്യും. അങ്ങനെ ഒരു 3-4 സെറ്റ് ചെയ്തിട്ടാണ് പൊറോട്ടയൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഹോട്ടലിലൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് അവരൊന്ന് ഉച്ചയ്ക്കായിരിക്കും മാവ് സെറ്റ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വൈകുന്നേരം രാത്രിത്തേക്കുള്ള ആ ഒരു പ്രിപ്പറേഷൻ കണക്കായിട്ടായിരിക്കും അവരൊന്ന് മാവ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. മൈദാ മാവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 മുട്ടയാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി പാല്, പിന്നെ ഇച്ചിരി തൈര്. കാരണം തൈരും പാലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാവും. പിന്നെ അതിൻ്റെ കൂടെ പുതിന ഇത്, കുറച്ച് ഷുഗർ, പിന്നെ കുറച്ച് സാൾട്ട്. ഇതാണ് ഇതിൻ്റെ കൂട്ട്. ഈ കൂട്ട് വെച്ചായിരിക്കും നമ്മൾ നന്നായിട്ട് ഈ മാവിനെ ഒന്ന്, മൈദാ മാവാണ് ഇതിൽ മെയിനായിട്ട്. മൈദാ മാവ് നന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്തെടുക്കുമ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ആ മാവിലുള്ള ആ എയറ് അതിൽ നിന്ന് പോകണം. എയർ നിൽക്കാൻ പാടില്ല. കാര്യം എന്നാൽ മാത്രമേ ആ ബബിൾസൊക്കെ വരത്തുള്ളൂ നല്ല രീതിയിൽ. അപ്പോൾ ഒത്തിരി നേരമൊക്കെ ഇരിക്കണം, 4-5 മണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ മാവ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബബിൾസ് പോലെയായിരിക്കും വരുന്നത്. ഈ ബബിൾസ് പോലെയൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മാവ് ഒന്ന് നിങ്ങളിങ്ങനെ കടലിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പൊറോട്ടയ്ക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ ബബിൾസ് പോലെ ആയിരിക്കും ഇരിക്കുന്ന മാവെല്ലാം. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അതൊന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് നമുക്ക് എങ്ങനെയായാലും ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഒന്ന് ഇതിൻ്റെ പുതിനേര ഇത് തന്നെ വാട്ടറും കൊണ്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതിന് ഇച്ചിരി ടൈം എടുക്കും. ഇതിൽ മാവ് നന്നായിട്ട് സെറ്റാക്കി വരുന്നുണ്ട്. കാര്യം നന്നായിട്ട് നമ്മളൊന്ന് അതിലൊന്ന് എത്രത്തോളം അതിനൊന്ന് മാവിനൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അത്രത്തോളം നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ ആ മാവിനൊരു നല്ലൊരു നമുക്ക് പൊറോട്ടയുടെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി എങ്ങനെയാലും ഒരു 1 hour ഇത് മൂടി വയ്ക്കിയത് ആ മാവൊന്ന് സെറ്റാവാൻ വേണ്ടി. ഇപ്പോൾ എടുത്തൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. മാവ് ഒന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊരു സ്പോഞ്ച് പോലത്തെ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ മാവ് ഒരുവിധം സെറ്റായിട്ടുണ്ടെന്നാണ്. നോർമൽ ഹോട്ടലിലൊക്കെ 4-5 മണിക്കൂറൊക്കെ വയ്ക്കുമ്പോൾ ഒത്തിരി സെറ്റാവും. ഇത് വന്ന് നമ്മൾ കട്ട് ചെയ്ത് ബോളായിട്ടുള്ളൊരു സെറ്റ് ചെയ്താണ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ തള്ളവിരൽ കൊണ്ടാണ് ഉള്ളിലോട്ടാണ് മാവ് ഒന്ന് തള്ളി വിടേണ്ടത്. എന്ന് വെച്ചാൽ ആ എയർ ഫുള്ളായിട്ട് ആ ഒരു ഉള്ളിലോട്ട് നമ്മൾ ചെയ്യുന്നത് എയർ ഒന്നും നിൽക്കത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് ആ ബോളെല്ലാം നല്ല രീതിയിലായിരിക്കും വരുന്നത്. മിനിമം ഒരു ബോൾ വന്ന് നമുക്ക് 2 പൊറോട്ട ചെയ്യുന്ന കണക്കായിട്ട് ചെയ്തെടുക്കാം. ഈ ബോളാക്കി എടുക്കുന്ന ഈ പൊറോട്ടയുടെ ഇത് തന്നെ ഈ സെറ്റ് ഞാൻ ഒന്ന് ഇച്ചിരി ഓയിലൊക്കെ ഇട്ട് നമുക്ക് ഒത്തിരി ഓയിലൊന്നും നമ്മൾ ആഡ് ചെയ്യണം. വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അധികം ഓയിലിൻ്റെ ഇതൊന്നും എടുക്കരുത്. മാക്സിമം ഒന്ന് ഓയിൽ കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇച്ചിരി ഓയിൽ എടുത്തിരുന്നാൽ മതി. ശകലം ഓയിലെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഒരു 5 മിനിറ്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കുക. അത് കഴിയുമ്പോൾ ഒന്ന് ഇച്ചിരി എടുത്ത് നമ്മൾ ഈ ചപ്പാത്തിക്ക് പരത്തും പോലത്തെ രീതിയിൽ ചെറിയൊരു സെറ്റ് ഒന്ന് റെഡിയാക്കി വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വീണ്ടും ഒത്തിരി നല്ല രീതിയിൽ വീശിയെടുക്കാൻ പറ്റത്തുള്ളൂ. മാവ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. പിന്നെ അടുക്കളയിലുള്ള സൗകര്യക്കുറവുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വലിയൊരു പ്ലേറ്റിലും പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന ഇതിലായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. അത് ചെറിയൊരു അടുക്കളയാണ്, അപ്പോൾ അതിൽ നിന്ന് ചെയ്യാനുള്ള ഇതില്ല. എന്ന് വെച്ചാൽ നമുക്ക് വീശിയാണ് ഇത് ചെയ്യാനുള്ളത്. വീശി അടിക്കുമ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് ആ നല്ല രീതിയിൽ മാവ് നല്ലൊരു എക്സ്പാൻഡാണ്. ഇത് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൽ പറ്റുന്ന തരത്തിൽ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഞാനത് കട്ട് ചെയ്താണ് എടുക്കുന്നത്. എന്നിട്ട് ലെയറായിട്ടും കട്ട് ചെയ്യുന്നുണ്ട്, അല്ലാത്ത രീതിയിലും കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിനയുടെ ഇതൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴും ഓൾറെഡി ഉണ്ടായിരിക്കുന്ന മാവിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് എല്ലാം ഒന്ന് മാറി ഇച്ചിരി ഹാർഡായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീറ്റ് ബറോട്ടയും അതുപോലെയൊക്കെ വരും. പക്ഷേ ഒത്തിരി നേരമൊക്കെ നമ്മളിത് ഒന്ന് സെറ്റാകാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് വരും. എന്നാൽ കൂടെ തന്നെ ഇത് ചെയ്തതിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും വീട്ടിൽ ചെയ്യുക, നല്ല രീതിയിൽ കിട്ടും നിങ്ങൾക്ക്. മാവൊന്ന് വീശി കാണിക്കാം, പക്ഷേ ചെറുതായിട്ടേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു ഏതം കിട്ടത്തില്ല. നല്ല ഒരു വീതിയായിട്ടൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കിച്ചണിൽ വീതിയായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് വീശാൻ പറ്റും. മാവ് വീശും തോറും നമ്മൾ മാവ് നന്നായിട്ട് അതിനെ പൊറോട്ട മാവ് നല്ല രീതിയിൽ എക്സ്പാൻഡ് ആവും. ഇപ്പോൾ തന്നെ ഞാനിത് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഒന്ന് കാര്യം നമുക്ക് ഏതോ ഇല്ലാത്തതുകൊണ്ടാണ്. ഏതോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കും. ഗ്ലാസ് പോലെ കുറച്ചും കൂടെ നല്ല ഗ്ലാസ് പോലെ വരും. പൊറോട്ട ഫ്രൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കണം, ഓയിലും ഡാൽഡയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് 2 കോമ്പിനേഷനും കൂടെ ചേർത്ത് വേണം ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നല്ലൊരു ഇതായിരിക്കും. ഈ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ നെയ്യൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇത് 2 കൂടെ മിക്സാണ്. ഇപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത്, കുറച്ച് ടേസ്റ്റ് കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഇതിലിരിക്കുന്ന ഇതൊന്ന് പരത്തി എടുത്തിട്ട് പൊറോട്ട നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന അതിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വ്യത്യസ്തപരമായിട്ടുള്ള റെസിപ്പീസ് എല്ലാവർക്കും നിങ്ങൾക്ക് റീച്ച് ആവുന്നതാണ്.